കൊട്ട നിറച്ച് വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യം ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ ഇത് കാരണം എന്താ പണ്ട് കാരണന്മാര് നമ്മുടെ ഈ ടയർ കത്തിക്കായിരുന്നു. ടയർ കത്തിച്ച് പോയിക്കാണ്. അപ്പൊ ആ വേറൊരു മണം വന്നിട്ട് ആ ചാഴി പോയിക്കൊണ്ടിരുന്നത്. കാരണം നമ്മളിതിന് വേറെ മരുന്ന് അടിക്കുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ല. ആണ് ഇത് കുറച്ച് ഒടിയനായിട്ട് എടുക്കും, എന്നാലും ആൾക്കാർക്ക് കൂടുതലേ വരും. നമ്മളിപ്പോ വന്നിരിക്കുന്ന ഒരു പാടവരമ്പത്താട്ടോ, ഒരു വ്യത്യസ്തമായ കൃഷി നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു അല്ലെ. ഈ കാണുന്നത് ഒരു പാടമാണ്, അതിന്റെ വരമ്പാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വരമ്പ് കേട്ടോ. ഈ കാണുന്ന വരമ്പില് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മള് ഇദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തു. പശുവിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പശുവിന്റെ വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രോത്താസിസ് എന്നാണ്. അദ്ദേഹത്തിന്റെ വീട് അങ്കമാലി കറുകുറ്റിയിലാട്ടോ. അപ്പൊ അദ്ദേഹം കുറച്ച് വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ ഉള്ള ആളാണ്. അതായത് ഈ പാടവരമ്പത്തും കൃഷി ചെയ്യുക, പാടവരമ്പ് അങ്ങനെ വെറുതെ ഇടാൻ പാടില്ല എന്നൊരു ആശയമുള്ള ആളാട്ടോ നമ്മുടെ ചേട്ടൻ. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ആശയം എന്താ പറയാ, ഒരു 100% സക്സസ് ആണ്. ഇന്നിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ വിളവെടുപ്പാണ്. ഈ ഒരു പയർ കൃഷിയുടെ വിളവെടുപ്പാണെന്ന് കാണാൻ നമ്മൾ പോകുന്നത്. വ്യത്യസ്തമായ രീതിയിലുള്ള കൃഷിയുടെ വിളവെടുപ്പും അതിന്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇതാണ് പുഷ്പിക്കുന്ന നെൽവരമ്പ് അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് വിളവെടുക്കാൻ പോവാല്ലേ. ഇവിടെ ഇപ്പൊ എന്തൊക്കെ കൃഷി ചെയ്തേക്കണേ? ഇതിപ്പോ നെൽകൃഷി ഉണ്ട്. നെൽകൃഷി ഇത് ആദ്യം ചെയ്യുമ്പോൾ വരമ്പ് ഒരുക്കി കഴിയുമ്പോൾ 3 അടി അകലത്തിൽ ഓരോ തുമ്പ മണ്ണ് വെക്കണം. 3 അടി വിത്ത് പാകണയ്ക്ക് മുമ്പ് പയർ വിത്ത് പാകായിരിക്കണം. അത് പാകമാകുമ്പോൾ ഈ മണ്ണിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മാസക്കാലം വിളവെടുക്കാൻ പറ്റും. പൂർണ്ണ വിളവെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പൂർണ്ണ വിളവെടുക്കാൻ പറ്റില്ല. കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ കന്നാലികൾ വന്ന് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വിതച്ചാൽ ഉടനെ തന്നെ പയർ പാകി കൊണ്ടുവന്ന് വെച്ചോളണം. തൈ കൊണ്ടുവരും. ഇതെന്ന് വെച്ചാല് നമ്മുടെ 2 വരമ്പുണ്ട്. ഈ 2 വരമ്പ് നടക്കുന്നില്ല, ഒരു വരമ്പ് ഫ്രീ. അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ച് തുടങ്ങി, അതിൽ തുടങ്ങി അങ്ങനെ ഇങ്ങനെ വിവരമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാടവരമ്പത്തെ ആദ്യത്തെ വിളവെടുപ്പ് അല്ലേ? വിളവെടുക്കാണ്. അത് എടുത്ത് നമ്മള് ഇതിപ്പോ ഏതൊക്കെയാ ചെയ്തിട്ടുണ്ട് പയറില്? ഇത് അനശ്വരുണ്ട്, പിന്നെ വേറെ വയലറ്റ് വയലറ്റിന് കൂടുതലും, മറ്റേ ഇത് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വയലറ്റിനായിരിക്കും ഒരു ഡിമാൻഡ് കൂടുതൽ. അല്ല, ഈ അനശ്വരയ്ക്ക് ഡിമാൻഡാ. എന്നാൽ ടേസ്റ്റ് ആണ് പയർ. കാരണം പയറിന് മണി വലിപ്പം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് ഗുണമുണ്ടാവും. അപ്പൊ ഇതാണ് വയലറ്റ്. ഇതിപ്പോ ഉണ്ടോ? ഇതെങ്ങനെ ചേട്ടാ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും അതോ വീടുകളിൽ കൊടുക്കും? ആവശ്യത്തിന് ഓർഡർ ഉണ്ട്. പയറുണ്ടാവാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അതിന് മാത്രം ആൾക്കാർ ഓർഡർ ഉണ്ട്. കാരണം നമ്മളിതിന് വേറെ മരുന്ന് അടിക്കുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ല. ആണ് ഇത് കുറച്ച് ഒടിയനായിട്ട് എടുക്കും, എന്നാലും ആൾക്കാർക്ക് കൂടുതലേ വരും. അപ്പൊ അതെ, തണുപ്പ് പോവില്ല. പുല്ലിന് ഇവിടെ തണുപ്പ് പോകാതിരിക്കാനാ. ഒരു 2 മാസം സുഖമായിട്ട് എടുക്കാം. അത് കാരണം വെച്ചാൽ നേരത്തെ ഇട്ടോളണം. ഇപ്പൊ അതുകൊണ്ട് ഫെബ്രുവരി മാസം അവസാനത്തോടെ കൊയ്യും. അപ്പോഴേക്കും നമ്മൾ വിളവെടുത്ത് തീർക്കണം. അല്ലെങ്കിൽ കന്നാലിയൊക്കെ പാടത്ത് വരുമ്പോൾ തിന്നു. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വിളവെടുക്കാം. അപ്പൊ നമുക്ക് വിളവും കിട്ടും. 2 ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവും പൂർണ്ണമായിട്ട് വിളവെടുക്കാം. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിളവെടുക്കാൻ പറ്റില്ല. അപ്പോൾ കന്നാലി വന്ന് നിന്നുണ്ടോ. കൊള്ളി അപ്പൊ ചെറിയ കിഴങ്ങായിരിക്കും മാത്രമേ ഉള്ളൂ. വലിപ്പം പൂർണ്ണ വലിപ്പം കിട്ടില്ല. ആയിക്കോട്ടെ, അത്യാവശ്യം മുടി കൂടി കിട്ടില്ല. ഇതിപ്പോ ഒരു 100 കടയുണ്ടാവും. ഇത് നല്ല രസമാണ്. കടയിലൊക്കെ ആൾക്കാർക്ക് വാങ്ങാനൊക്കെ നല്ല വലിപ്പമുള്ളതുണ്ടാ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് ഇത് ഉണ്ടാകും അങ്ങനെ ഇഷ്ടംപോലെ മുളി പൊട്ടി ഇങ്ങനെ പൊട്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു അരക്കിലൊന്നും നല്ലത് കണ്ടോ. ഇതിപ്പോ അരക്കിലായിട്ടത്. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് എടുക്കാൻ പറ്റും. അതെ, എല്ലാം നമുക്ക് നടക്കും.
ഒന്നും വരുന്നില്ല. കാരണം നമ്മള് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഇങ്ങനെ കൃഷി ചെയ്തോണ്ട് വെന്തി പിടിപ്പിച്ചു കഴിഞ്ഞാൽ കേടില്ല കൃഷിക്ക്. ഒരു പിന്നെ ചായ വരാണെങ്കിൽ തന്നെ നമ്മളെ മീനിന്റെ വേസ്റ്റ് ഒന്ന് കൊത്തിയാണ് നിർത്തിയാൽ മതി. അത് നമുക്ക് കാണാട്ടോ. അത് അവിടെ കണ്ടിട്ട് നെല്ലിൽ വന്നു. നെല്ലിൽ ആ ചായ വന്നപ്പോഴേക്ക് ഈ കവണ്ട മുളച്ചതുകൊണ്ട് ചായ അവിടെ വന്നു. അപ്പൊ നമ്മൾ അതിന് വേറെ അവിടെ കുത്തിയിട്ടു. മരുന്നടിക്കണ്ട. ഇതിപ്പോ 2 കൊല്ലായി, 3 കൊല്ലായി. ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വളവ് കുറവായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മഴയായിരുന്നു. മഴയത്ത് ഒക്കെ പോയി മുങ്ങി ഇതുവരെ പഴുത്ത് പോയി. അപ്പാടെ പോയി സാധനം. പിന്നെ രണ്ടാമത് ചെയ്താൽ നമുക്ക് വെള്ളം കിട്ടില്ല. വെള്ളം കിട്ടില്ലാന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊഴിനയ്ക്ക് മുമ്പ് വെള്ളം കിട്ടണം കേട്ടോ. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പശുക്കൾ വന്ന് തിന്നു പോകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർഷകരോട് പറയുകയാണെങ്കിൽ കർഷകർ ഇത് കണ്ടുപിടിക്കട്ടെ. കാരണം അറിയാമോ, ഇത് നമ്മളൊക്കെ ചെയ്യുന്നത് എവിടെ നമുക്ക് ഭൂമി വേണ്ടെന്ന്. നമുക്ക് സാധനം എല്ലാ വിളവെടുക്കാം. നമുക്ക് കൃഷിഭൂമി എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, 5 സെന്റോളം. എനിക്ക് എല്ലാ ആവശ്യത്തിനും കൃഷിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യത്തിന്. ഇപ്പം ഞാൻ ഇത് കൊടുത്താൽ അവിടെ വേറെ ആൾക്കാർ പിടിച്ചണ്ട, ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കണം. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ രീതികൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ അത് സാധനം എടുക്കാല്ലേ. അപ്പോൾ അവർക്ക് സന്തോഷമായി. പയറുകൃഷി ചെയ്യുമ്പോഴേ ഒരു തൂമ്പ മണ്ണ് കയറ്റി വെച്ചോളണം. ആഴത്തിൽ വേര് പോയി പെട്ടെന്ന് ഉണ്ടാവും. വേര് നല്ല ഇതിൻ്റെ വേര് പടർന്ന് പിടിച്ചു വരും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ലേശം വളർത്തി കൊടുക്കാം. അതല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. തൈ ആവുമ്പോഴേ പിടിച്ച് തൈ നടന്നുകൊണ്ട് നമുക്ക് ഇച്ചിരി വളർത്തി കൊടുക്കാം. കൂടുതൽ വേണ്ട. അത് ഈ വേര് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് മാത്രം. എൻ്റെ എന്ത് ചെയ്യുക, പശുക്കൾ വന്ന് പോയി പശുക്കൾ ചാടിയാണ്. ഞാൻ കാബേജ് കൊടുക്കുമെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. സമയം കിട്ടിയില്ല. അതായത് ഈ പറമ്പുകളിലൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ടായി. കാബേജും കോളിഫ്ലവറും അതിന് സമയം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. ഇത് ഈ പ്രാവശ്യം ഈ വെള്ളത്തിൻ്റെ പിന്നെ വേണ്ട എത്ര ഗവൺമെൻറ് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അറിയാമോ, ഇവിടെ നമ്മൾ കൃഷിക്കാരൻ കൃഷി ഇറക്കി കഴിഞ്ഞാൽ കൃഷിയുടെ പിന്നാലെ നടക്കാണ്ട് ഇതിൻ്റെ പേപ്പേഴ്സ് ശരിയാക്കാൻ നടക്കുന്നതാണ് ഏറ്റവും ദുഃഖകരം. കാരണം എന്താ പറയുമ്പോൾ അവർ നമ്മുടെ കൃഷിയിൽ നമുക്ക് വളമിടാനോ ഒന്നിനും നേരമില്ല. അപ്പം ഇൻഷൂർ ചെയ്യാൻ പോകണം. ഇൻഷൂർ ചെയ്യാൻ പോകുമ്പോൾ 2 ദിവസം ആ കാലം പണി പോയി. അപ്പോൾ കൃഷിക്കാരൻ ഭയങ്കര നഷ്ടമാണ്. അത് പണ്ടൊക്കെ 20-40 ചെയ്തു വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ആൾക്കാർ അത് ചെയ്യുന്നില്ല. അത് വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക്. കാരണം നമ്മൾ പിന്നെ 2 ദിവസത്തെ പണി കഴിഞ്ഞ് പോകണ്ടേ. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇൻഷൂർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. കാരണം നല്ല പൈസ കിട്ടും. കേരള ഗവൺമെൻറ്റിൻ്റെ പൈസ അതിൽ കിട്ടും. നിസ്സാര പൈസയുള്ളൂ. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ വെക്കണമെങ്കിൽ നല്ല ഫുള്ള്, അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കേടുവന്നാൽ മതി. അപ്പോൾ ആ പാടത്ത് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. അതാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകത. ഈ പാടത്ത് ഇപ്പോൾ എനിക്ക് പോയവരെ അവർ വന്ന് വിളവ് കണ്ടു കഴിഞ്ഞിട്ട് നഷ്ടമൊന്നും വന്നാണെങ്കിൽ ആ മൊത്തം എല്ലാവർക്കും കിട്ടാണ്. കേരളത്തിലെ മറ്റേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അത് കിട്ടില്ല. ഒരുപാട് പേപ്പർ ശരിയാക്കണം. ഒരുപാട് പേപ്പേഴ്സ് ശരിയാക്കണം കേരള ഗവൺമെൻറ് കിട്ടണമെങ്കിൽ. അത് അവർ വന്ന് നോക്കണം. പിന്നെ മറ്റുള്ള ഒത്തിരി ഓഫീസേഴ്സ് വരണം. ഇവിടെ നോക്കി ഇതൊക്കെ ചർച്ച ചെയ്ത് കണ്ട് ബോധ്യപ്പെട്ട് പേപ്പർ പിന്നെ അത് വർക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ കാലാവധി തീരും. ചിലപ്പോൾ ഈ ഉറുമ്പിന്റെ ശല്യം വരും. അതായത് ചെറിയ ചൈസ് കറുത്ത കളർ ഉറുമ്പ് വരും. അതിന് അല്ല ഈ ചെറിയ അതിന് തിന്നാൻ ഉറുമ്പ് കയറി വരും. ആ ഉറുമ്പ് കയറി വരുമ്പോൾ ആണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അത് വെള്ളം ഒഴിച്ച് കളയും. പാടത്താവുമ്പോൾ വെള്ളം ഒഴിച്ച് അതിന് കളഞ്ഞാണ് പൊക്കണം. വേറെ ഒന്നും വേണ്ട. പിന്നെ ഉണ്ട് മെഡിസിൻ ഉണ്ട്. മെഡിസിൻ അടിച്ചാൽ പിന്നെ ഒന്നും വരില്ല. ഇത് പാലക്കാടൊക്കെ തൊമര വെച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഇന്ന് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ചേട്ടൻ്റെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഈ പയർ കൃഷി പിന്നെ കപ്പ കൊള്ളിയൊക്കെ വെച്ച് എല്ലാം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്.
ഇത്ര വയറ് നിറച്ചുമ്പോൾ ഇത് ഈ ഒരു കൊട്ട നിറച്ച് വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യം ഒന്നുമില്ല. ഒരു ദിവസം ഒരു 4 കിലോ നമുക്ക് കിട്ടും. ഇപ്പൊ എത്ര കിലോ ആവുന്നു? 2 കിലോ 3 കിലോ ഉണ്ടാവുള്ളൂ. ഒരു അതറിയോ ഈ പയറിന് നല്ല രസമല്ലേ ഇത്? എല്ലാ മണി വലുപ്പം നല്ല രസമാണ്. കണ്ടാൽ തന്നെ ആൾക്കാർ വാങ്ങുകയും ചെയ്യും. ഈ കളറും അതിന്റെ അട്രാക്ഷനും പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുക്ക് ചെയ്താൽ നല്ല ഇതുണ്ട്. ശരിക്കും ഒന്നും ചെയ്യാനുള്ള ഒരു അഴുക്കില്ല, കേടില്ല, ഒന്നുമില്ല. ഫ്രഷ് സാധനം കിട്ടും. അപ്പൊ ചേട്ടൻ ഈ നെൽകൃഷിയിൽ ചാഴി വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് മീനിന്റെ വേസ്റ്റ്. ഉണ്ടോ? ഇത് ചുമ്മാ ഇത് ഉണക്കമീൻ ചെമ്മീന്റെ തലയാണ്. ഓ, ചെമ്മീന്റെ തല ഇങ്ങനെ വെച്ചാൽ മതി. ഒരു സ്മെല്ല് കാണും, ഭയങ്കര മണം വരും ചീഞ്ഞ് കഴിയുമ്പോൾ. അതായത് നമ്മൾ ആരും ബേജാറാവണ്ട, ചായക്ക് മരുന്നടിക്കാൻ വേണ്ട. ഈ കിട്ടുന്ന സാധനം വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് കൊടുത്ത് കുത്തി കഴിഞ്ഞാൽ വേറൊരു മണം വന്നാൽ ചായ നിൽക്കില്ല. ആ ചായ അപ്പൊ നമ്മൾ അടിക്കണമെങ്കിൽ അടിക്കണമെങ്കിൽ ഞാൻ ഒരു 1000 രൂപയുടെ മരുന്ന് മേടിക്കണം. പിന്നെ ഇത് അടിച്ചെടുക്കണമെങ്കിൽ ഒരാളൊരു ദിവസം 5 കുറ്റി 6 കുറ്റി 1000 കൊടുക്കണം. അപ്പൊ നമുക്കൊരു 5000 രൂപ ഇതിലെന്ത് ലാഭമാണ്. 5000 രൂപ ലാഭം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വേസ്റ്റ് കാശ് കൊടുക്കണ്ട. മീൻ കടയിൽ നിന്ന് ഇഷ്ടംപോലെ വേസ്റ്റ് കിട്ടും. ഇത് കാരണം എന്താ പറയുക, പണ്ട് കാരണന്മാര് നമ്മുടെ ഈ ടയർ കത്തിക്കായിരുന്നു. ടയർ കത്തിച്ച് പോയിക്കാണ്. അപ്പൊ ആ വേറൊരു മണം വന്നിട്ട് ആ ചായ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് യുവകാല തലമുറ വന്നപ്പോ അത് മരുന്നടിയിലേക്ക് ആക്കി. അപ്പൊ അതേ ബുദ്ധിമുട്ടായി. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു 3 കൊല്ലമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ചെയ്തു കഴിയുമ്പോ ഒരു കുഴപ്പമില്ല. ചായ ഇല്ല. ഇന്നലെ ചായ ഉണ്ടായതെന്ന് ഇപ്പൊ കാണുന്നില്ല. ചാടിയില്ല. ഇപ്പൊ കതിര് വന്നു തുടങ്ങി. അപ്പൊ ഇപ്പൊ വന്നുകൊണ്ടിരിക്കും. ചാടികൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് വെച്ചാൽ ചിറ്റിടും. നിറച്ച് ഇടയ്ക്കിടയ്ക്കാണ് കുത്തിയേക്കും. കുത്തി നിറച്ച് കുത്തും. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതിന്ന് വേസ്റ്റ് ഇഷ്ടം പോലെ കിട്ടും. ബക്കറ്റ് കൊണ്ട് പോയി എടുക്കത്തോണ്ട് എല്ലാ കുത്തിയാണ്ട് നിർത്താലാ. അപ്പൊ മരുന്നടിക്കുന്ന ആൾക്കാര് മരുന്നടിച്ചാൽ ചിലപ്പോ പോവില്ല. അതായത് ചാഴിക്ക് മരുന്നടിക്കുമ്പോ കൂടുതൽ മരുന്നടിച്ചാൽ ചാഴി ബോധം കിടുള്ളൂ, മരിക്കില്ല. പിന്നെ വേറെ മെഡിസിൻ കൊടുത്താൽ പിന്നെ കാന്താരിമുളക് മാത്രം മെഡിസിൻ ഉള്ളൂ. കാന്താരിമുളക് അരച്ച് എടുത്ത് അതിൽ സോപ്പിലായും ചേർത്ത് സ്പ്രേ ചെയ്താൽ കണ്ണ് പൊട്ടിക്കും. അങ്ങനെ ചെയ്യാം. വിളവെടുപ്പ് എന്തോരം ഉണ്ടോ നമുക്ക് നോക്കാട്ടോ. ഇത് ചേട്ടൻ അതിൻ്റെ അകത്തോട്ട് ഇടുക, ചാക്കിലേക്ക് ഇടുവാണ്. കേരളത്തിൽ 2 കിലോ അടുത്തുണ്ടാവും.